ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏത് സ്ട്രീം ചൂസ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ SSLC കഴിഞ്ഞ് നിൽക്കുന്നവരുടെ മിക്ക സ്റ്റുഡൻസിൻ്റെയും മെയിനായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഏത് സ്ട്രീം ചൂസ് ചെയ്യണം എന്നാണ്. സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിലുള്ളവരുണ്ട്. ആൻഡ് സയൻസിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് വേണോ, ബയോളജി സയൻസ് വേണോ എന്ന് സംശയമുള്ളവരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതെങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള, നമുക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു സ്ട്രീം എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ സ്ട്രീം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് ഏറ്റവും പഠിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന, ഇപ്പോൾ തന്നെ 10th വരെ നിങ്ങൾക്ക് ഏറ്റവും പാടായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഏറ്റവും പഠിക്കാൻ എളുപ്പവും ഇൻട്രസ്റ്റും തോന്നിയ സബ്ജക്റ്റ് ഉണ്ടാവും. ആ സബ്ജക്റ്റ് ഏതാണെന്ന് തിരിച്ചറിയും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഏറ്റവും പഠിക്കാൻ പാടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടി ഹ്യൂമാനിറ്റീസിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുള്ള സബ്ജക്റ്റ് കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ സയൻസ് എന്നെടുത്തു. ദെൻ അതിൽ തന്നെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ സയൻസ് ആണോ ബയോളജി സയൻസ് ആണോ എന്നൊക്കെ നോക്കുന്നത് നമ്മുടെ ഗോൾ എന്താണെന്നുള്ള ഇത് വെച്ചാണ്. ഇപ്പോൾ നമുക്ക് മെഡിക്കൽ ഫീൽഡിലോട്ടാണ് താല്പര്യമെങ്കിൽ നമുക്ക് ബയോളജി സയൻസ് എടുക്കാം. എൻജിനീയർ ആണെങ്കിലും ബയോളജി സയൻസ് എടുക്കാം. ഇനിയും IT ഫീൽഡാണ് ആൻഡ് പിന്നെ എൻജിനീയർ, മെഡിക്കൽ ഫീൽഡിലോട്ടേ താല്പര്യമില്ല എങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും നല്ലത്. കാരണം കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ പിന്നെ നമുക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് വരാൻ പറ്റില്ല, ബട്ട് IT, എൻജിനീയർ ആ ഒരു ഇതിലോട്ടൊക്കെ പോകാൻ പറ്റും. സോ അത് നോക്കി വേണം എടുക്കാൻ. ഇപ്പോൾ എനിക്ക് ആ ഒരു കമൻറ്റ് കണ്ടു, എന്താണ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ ബയോളജി സയൻസ് എടുക്കണോ എന്ന് സംശയമാണ്. ആൻഡ് ഇപ്പോൾ ITയിൽ നല്ല താല്പര്യമുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ താല്പര്യം മാറി മെഡിക്കൽ ഫീൽഡിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ബയോളജി സയൻസ് എടുത്തില്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പം ഏതെടുക്കണം കൺഫ്യൂഷനാണ് എന്ന് പറഞ്ഞിരുന്നു. അത് ഇപ്പം തന്നെ നമ്മളൊരിത് വരണം, നമ്മൾ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ മുമ്പോട്ടുള്ള ഭാവി ഇതാണ് തീരുമാനിക്കുന്നത്. അപ്പം മെഡിക്കൽ ഫീൽഡിലോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ബയോളജി സയൻസ് എടുക്കുക. ആൻഡ് മെഡിക്കൽ ഫീൽഡിലോട്ടേ താല്പര്യമില്ല, കമ്പ്യൂട്ടർ ഫീൽഡ് മാത്രമേ താല്പര്യമുള്ളൂ ആൻഡ് എൻജിനീയർ ആ ഒരു ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. അപ്പോൾ അത് നല്ല ആലോചിച്ചെടുക്കുക. ആൻഡ് ഈ 2 വർഷം നിങ്ങൾ വേസ്റ്റാക്കി കളയരുത്. ഓക്കെ, ആൻഡ് ദെൻ നിങ്ങൾക്ക് ബാങ്കിങ് ആണ് താല്പര്യം ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ട് ആവാനാണ്, അങ്ങനെ കുറേ ജോബ്സ് ഉണ്ടല്ലോ. അങ്ങനത്തെ ജോബുകളിലൊക്കെയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സാണ് എടുക്കേണ്ടത്. ആൻഡ് ഹ്യൂമാനിറ്റീസ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്കോപ്സ് ഉണ്ട്, അപ്പോൾ അത് അങ്ങനെ എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ സ്ട്രീം ചൂസ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് കൂടിയ സബ്ജക്റ്റ് ഏത്, 10th വരെ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് കൂടിയ സബ്ജക്റ്റ് ഏതായിരുന്നു എന്ന് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു എന്ന് കണ്ടുപിടിക്കുക. ആൻഡ് ഇപ്പം നിങ്ങൾ ബയോളജി സയൻസ് ആണ് എടുക്കാൻ തീരുമാനിച്ചത്, ആൻഡ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടു നോക്കുക, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ. ആൻഡ് ഒന്നിലോട്ടും പോവാൻ എന്താണ് അങ്ങനെ ഒന്നും ഒരു ഇതുമില്ലാത്തവർ നിങ്ങൾക്ക് ഓരോരോ സ്ട്രീമിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്താവും അവൈലബിൾ ആയിരിക്കും യൂട്യൂബിൽ തന്നെ. അപ്പോൾ അതെടുത്ത് കണ്ടു നോക്കുക, മനസ്സിലാവുന്നുണ്ടോ എന്ന് കണ്ടു നോക്കുക. നിങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റും, നിങ്ങളെക്കൊണ്ട് പഠിക്കാൻ പറ്റുന്ന സിലബസ് ആണോ എന്ന് നോക്കുക. ആൻഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കരിയർ റിലേറ്റഡ് കൗൺസിലിംഗ് അങ്ങനെ എന്തെങ്കിലും ഇതായിട്ട് യൂട്യൂബിൽ നോക്കുക, സ്കോപ്സ് നോക്കുക. ഓരോരോ സ്ട്രീം എടുക്കുമ്പോഴും എന്തൊക്കെ സ്കോപ്പാണുള്ളത്, എന്തൊക്കെ ജോബായിരിക്കും, ആൻഡ് ആ ജോബ് ആൻഡ് അതിനുള്ള പഠിത്തം എന്താണെന്ന് നോക്കുക. ആൻഡ് അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കുക. അങ്ങനെയാണ് സ്ട്രീം ചൂസ് ചെയ്യേണ്ടത്. അപ്പം ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആൻഡ് ബയോളജി സയൻസിൻ്റെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഞാൻ കാര്യം പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഏതാണ് നമ്മൾ ഒന്നെടുത്തേ പറ്റുള്ളൂ, അതിനെയും നമുക്ക് ആലോചിക്കാൻ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരോ ഇത് നിങ്ങൾ ഇപ്പോഴേ ചൂസ് ചെയ്ത് വെക്കുക. ആൻഡ് ലാസ്റ്റ് ഇപ്പം അലോട്ട്മെൻറ്റ് ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ധൃതി പിടിച്ചെല്ലാം കൂടെ എടുക്കാൻ പറ്റില്ല. സോ ഇപ്പോഴേ എല്ലാം ചൂസ് ചെയ്ത് വെക്കുക.
ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എന്ത് വേണം ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.